അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, വ്യഭിചാരത്തിലുണ്ടായ മകളെ പിതാവിന് വിവാഹം ചെയ്യാമെന്ന് ഇസ്ലാമിൽ നിയമമുണ്ടെന്ന് ഇസ്ലാം വിരോധിയായ ആരിഫ് ഹുസൈൻ പറഞ്ഞു വരുത്തുന്നുണ്ട്. ഇതിൻ്റെ വസ്തുത എന്താണ്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട്? ഈ അടുത്ത് ഇംഗ്ലണ്ടിൽ വെച്ചുകൊണ്ട് ആരിഫ് ഹുസൈൻ ഖുർആനിലുണ്ടെന്ന് ആദ്യം പറഞ്ഞു. ആളുകൾ ചോദ്യം ചെയ്തപ്പോൾ ഖുർആനിൽ കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്താണ് അതിൻ്റെ വസ്തുത എന്ന് പറയുന്നതിന് മുമ്പ് ആരിഫ് ഹുസൈൻ ഇത് ചോദിക്കാൻ പറ്റുമോ എന്നുള്ളത് ആ കൂട്ടത്തിൽ നമ്മൾ പറയേണ്ടതാണ്. ആരിഫ് ഹുസൈൻ്റെ അഭിപ്രായ പ്രകാരം ഈ വ്യഭിചാരം തന്നെ ഒന്നുണ്ടോ? എപ്പോഴാണ് വ്യഭിചാരം അല്ലാതിരിക്കുക? ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടാൽ എപ്പോഴാണ് വ്യഭിചാരം അല്ലാതിരിക്കുക? ആരിഫിൻ്റെ നിയമപ്രകാരം അവൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വ്യവസ്ഥ ഇല്ലല്ലോ. ഹിന്ദുവിനാണെങ്കിൽ ഹിന്ദു മതത്തിലൊരു വ്യവസ്ഥ ഉണ്ട് വിവാഹം ചെയ്യാനുള്ള, ക്രിസ്തു മതത്തിലൊരു വ്യവസ്ഥ ഉണ്ട്. ആരിഫ് ഹുസൈൻ ഒരു വ്യവസ്ഥ ഇല്ലല്ലോ. അവനക്ക് ഏത് പെണ്ണിൻ്റെ അടുത്ത് പോകാം, എപ്പോഴും ബന്ധപ്പെടാം. പിന്നെ അതിലേതാണ് വ്യഭിചാരം, ഏതാണ് വ്യഭിചാരം ഇല്ലാത്തത്? അങ്ങനെ വേർതിരിവിനെ ആരിഫ് ഹുസൈനെ എടുത്ത് ചാൻസ് ഇല്ല. അപ്പോൾ എല്ലാ മക്കളും അവൻ്റെ വാദപ്രകാരം അത് വ്യഭിചാരത്തിലൂടെ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു മതത്തിൻ്റെ നിയമപ്രകാരമാണല്ലോ അവന് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളെ കാഴ്ചപ്പാടിൽ അതൊക്കെ വ്യഭിചാരമാണ്. അതേ സമയത്തിൽ ഇസ്ലാമിൽ ഈ വിഷയത്തിൽ എന്താണ് കാഴ്ചപ്പാട്? ഇസ്ലാമിൽ ഒരാളുടെ മകളാകണമെങ്കിൽ ചില വ്യവസ്ഥകളോട് കൂടി ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ മാത്രമാണ് മകളും മകനും ആയി മാറുന്നത്. അതല്ലെങ്കിൽ അവൻ്റെ മകനാകുന്നില്ല. ഉമ്മയാകാനുള്ള മാനദണ്ഡം പ്രസവിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണെങ്കിലും പ്രസവിച്ചു കഴിഞ്ഞാൽ ഉമ്മയായി. വാപ്പയാകാനുള്ള മാനദണ്ഡം ആ കുട്ടി ഉണ്ടാകാൻ ബീജം നൽകുക എന്നതല്ല, മറിച്ച് അത് ചില വ്യവസ്ഥയോടുകൂടി അവരുടെ ബീജം അവരിലേക്ക് പ്രവേശിക്കണം. അതല്ലാതെ വരികയാണെങ്കിൽ അതൊരു മൃഗീയമാണ്. അരിവിഷയുടെ ഭാഷയിൽ അത് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കണം. മൃഗങ്ങൾ എങ്ങനെയാണ് നമ്മളെ നാടുകളിൽ പരസ്പരം ബന്ധപ്പെടുന്നത്? അവർക്ക് കല്യാണമില്ല, ആളില്ല, ഏത് പെണ്ണും ഏത് ആണും തമ്മിൽ ബന്ധപ്പെടാം. അപ്പോൾ ആ കുട്ടിയിൽ ഒരു അധികാരമോ ഒരു ഉത്തരവാദിത്വം ആർക്കില്ല? മൃഗങ്ങളുടെ വാപ്പാക്കില്ല. തമ്മിൽ ബന്ധപ്പെടുന്നു, ഗർഭം ധരിക്കുന്നു, ഗർഭം ധരിച്ച് പ്രസവിച്ച് കഴിഞ്ഞാൽ ഉമ്മ കുട്ടീനെ നോക്കുന്നു, വാപ്പ ഏതാണ്? ആ ഉദാഹരണത്തിന് പിന്നെ ഇർഫാൻ്റെ വീട്ടിൽ ഉള്ള ഒരു ആണാടും എൻ്റെ വീട്ടിലൊരു പെണ്ണാടും തമ്മിൽ ബന്ധപ്പെട്ട് എൻ്റെ വീട്ടിൽ പെണ്ണാട് പ്രസവിച്ചാൽ അതിൻ്റെ വാപ്പ എൻ്റെ ആടാണ്, അതുകൊണ്ട് എൻ്റെ ആടിനൊരു ഓരി വരെന്നാണ് ഞാൻ തരൂ? ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? അത് ആണിന് ഒരു ബന്ധപ്പെടുന്ന യാതൊരു വിലയില്ല. കാരണം അത് വ്യവസ്ഥാപിതമായ ബന്ധപ്പെടലല്ല. ഇനി എൻ്റെ വീട്ടിൽ ആട് പ്രസവിച്ചു, ഒരു പെണ്ണാടിനെ പ്രസവിച്ചു. ഈ പെണ്ണാടിൻ്റെ ഇർഫാൻ്റെ വീട്ടിലെ ആണാടിനും അതിനും ബന്ധപ്പെടാം. ഏത്? ഈ കുട്ടീൻ്റെ വാപ്പയായ ആടിന് ബന്ധപ്പെടാം. കാരണം അത് ആ മൃഗങ്ങളിൽ വ്യവസ്ഥാപിതമായ ബന്ധങ്ങളില്ല, ആർക്കും ആരെയും ബന്ധപ്പെടാമെന്നാണ്. ഇതേ രൂപത്തിലാണ് വ്യഭിചാരം. വ്യഭിചാരം ഒരു മൃഗീയമാണ്, ഒരു വ്യവസ്ഥാപിതമായ ബന്ധപ്പെടലല്ല. അപ്പോൾ ആ കുട്ടിയും ഈ വാപ്പയും തമ്മിൽ ബന്ധം ഉണ്ടാവില്ലെന്ന് ആർക്കും മനസ്സിലാക്കിക്കൂടി? അതൊരു മൃഗീയ ഏർപ്പാടാണ്. ആരിഫ് ഹുസൈൻ്റെ നിയമപ്രകാരം ഏതാണ് ഭാര്യയാകാതെ നമുക്ക് അറിഞ്ഞൂടാ. കാരണം അവർക്ക് ഏത് മതവും ഇല്ല, ഒരു വ്യവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ്. ഈ മറ്റു മതസ്ഥർക്കൊക്കെ ഈ ബന്ധങ്ങൾക്ക് വ്യവസ്ഥകളുണ്ട്. മതങ്ങളാകുമ്പോൾ ആ ബന്ധങ്ങളുടെ ആകുമ്പോൾ അവരുടെ കുട്ടികളെന്നറിയും, അല്ലാതിരുമ്പോൾ അവരുടെ കുട്ടിയല്ല. എന്തുകൊണ്ട്? വ്യവസ്ഥാപിതമല്ല. അപ്പോൾ അവർക്ക് മൃഗങ്ങളെ പോലെയാണ് നിയമം വരിക. മൃഗീയമായ പ്രവർത്തനം നടത്തിയ മൃഗങ്ങളെ പോലെയല്ല നിയമം വരിക. അപ്പം മൃഗത്തിൻ്റെ കുട്ടിക്ക് ആ വാപ്പയുമായിട്ടുള്ള ബന്ധം പോലെയാണ് ഈ കുട്ടിക്ക് ഈ വാപ്പയുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യഭിചാരത്തിലൂടെ ജനിക്കുന്ന കുട്ടിക്ക് ഈ വാപ്പയുമായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ പറ്റില്ലെന്ന് ചോദിക്കണമെങ്കിൽ പ്രസക്തി ഇല്ലല്ലോ. കല്യാണം കഴിക്കുമല്ലോ, അന്യകുട്ടിയായില്ലേ. അപ്പോൾ എന്താണ് അന്യകുട്ടിയാകുന്നത് എന്നാണ് ചോദ്യം. അതിനാണ് ഇപ്പോൾ നമ്മൾ ഉത്തരം പറഞ്ഞത്. ഇതൊരു മൃഗീയ ഏർപ്പാടാണ്. മൃഗങ്ങളിലൊക്കെ അങ്ങനെ, പക്ഷികളിൽ അങ്ങനെയാണ്. അങ്ങനെ തന്നെയാണ് ഇവിടെ നടന്നത്. എന്നാൽ മാനുഷികമാകുമ്പോൾ വ്യവസ്ഥാപിതമായി നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ കുട്ടിയും വാപ്പയും തമ്മിൽ ബന്ധമുണ്ടാവും. അപ്പോൾ അത് പറ്റില്ല. ആ കാര്യം വളരെ വ്യക്തമാണ്. ആരിഫ് ഹുസൈൻ അവൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് കൊണ്ട് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നതെന്ന് അറിയാൻ കൂടി നമുക്ക് താല്പര്യമുണ്ട്. അവൻ്റെ കാഴ്ചപ്പാടിൽ നിൽക്കാതില്ലല്ലോ, ഒരു മതത്തിന് നിയമമില്ല. പിന്നെ എങ്ങനെ ഒരാൾ ഭാര്യയാകണത്? എപ്പോഴാണ് ഭാര്യയാകണത്? എപ്പോഴാണ് വ്യഭിചാരമാകണത്? എപ്പോഴാണ് വ്യഭിചാരം അല്ലാത്തതാകണത് എന്ന് വേർതിരിക്കാൻ മാനദണ്ഡം വേണ്ടേ? ഇനി വ്യഭിചാരത്തിലൂടെ ജനിച്ച കുട്ടി ആരിഫ് ഹുസൈൻ എന്തോ ഒരു മാനദണ്ഡ പ്രകാരം വ്യഭിചാരം ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ കുട്ടിയുമായിട്ട് ഈ വാപ്പാക്ക് ബന്ധപ്പെടാൻ പറ്റുമോ? കല്യാണം കഴിക്കാൻ പറ്റുമോ? പറ്റൂലേ?
ആരിഫ് ഹുസൈൻ്റെ നിയമപ്രകാരം അതിന് മറുപടി വരേണ്ടത് ഓനാണ്. ഓൻ്റെ നിയമപ്രകാരം അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ പറ്റൂല എന്ന് അവൻ പറയണ്ടേ? അവൻ്റെ ഒരു നിയമം പറയണില്ല ഇങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ അറിയില്ല, വ്യഭിചാരം എന്നൊരു സംഗതി ഉണ്ടോ എന്നറിയില്ല, എപ്പോഴാണ് വ്യഭിചാരം എന്നറിയില്ല, ഒന്നും പറയാതെ മറ്റൊരു മതസ്ഥിലുള്ള നിയമത്തിന് മാത്രം ഇസ്ലാമിൽ എങ്ങനെയാണെന്നുണ്ടെന്ന് പറയണം. ഇസ്ലാമിൻ്റെ നിയമത്തിൻ്റെ ഉള്ളിലുള്ള രഹസ്യം നമ്മൾ പറഞ്ഞു. മാനുഷികമാകുമ്പോൾ വ്യവസ്ഥാപിതമാകണം, മൃഗീയമാകുമ്പോൾ വ്യവസ്ഥാപിതമല്ല. മാനുഷികമാകുമ്പോൾ ബന്ധങ്ങളുണ്ടാവും, മൃഗീയമാകുമ്പോൾ ബന്ധങ്ങളില്ല. മൃഗീയമാണ് ഈ വ്യഭിചാരം. വളരെ വ്യക്തമല്ലേ? അള്ളാഹു തആല ഖൈറാത്തുകൾക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ.